ഹലോ, എൻ്റെ പേര് ഗൗതം ശശി. ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്നിവിടെ വന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റി പറയാനാണ് വന്നത്. ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ 12-13 വയസ്സ് കല്യാണം കഴിഞ്ഞിട്ട് 1.5 ഡസൻ പിള്ളേരെ അങ്ങ് പെറ്റിടും. ഇത് പൈസയിലേക്ക് പോലും ഒരു ലാവിഷായിട്ട് അങ്ങ് ജീവിക്കും. പക്ഷേ ഇപ്പോഴത്തെ കല്യാണം എന്ന് പറയുമ്പോൾ 30 വയസ്സ് കല്യാണം കഴിഞ്ഞിട്ട് 30 വയസ്സാകുമ്പോൾ ഡൈവേഴ്സിനെ പറ്റി ചിന്തിക്കണമെങ്കിൽ ഡൈവേഴ്സ് ആവും. നിലി ഞാൻ കുറച്ചൊരു എളുപ്പത്തിന് പറഞ്ഞുതരാം. പണ്ടത്തെ കല്യാണം എന്ന് പറയുമ്പോൾ ഈ ഗപ്പി മീൻ ഉണ്ടല്ലോ, ഗപ്പി മീൻ പോലെ ആയിരിക്കും. ഒരു ജോഡി വെച്ച് നിങ്ങൾ എത്ര അഴുക്ക വളർത്തി കൊണ്ടിട്ടാലും ഒരു ചിരട്ടയ്ക്കകത്തിട്ട് ഒരു പെറ്റി ഒരു ഇഷ്ടം പോലെ ആവും. പക്ഷേ ഇപ്പോഴത്തെ കല്യാണം എന്ന് പറയുമ്പോൾ ഫൈറ്റർ മീൻ പോലെ ആയിരിക്കും. നിങ്ങൾ ഇത് ഒരു ജോഡി വാങ്ങിച്ച് ഒരു ഫിഷ് ടാങ്കിലോ ഫിഷ് ബൗളിലോ എവിടെ കൊണ്ടിട്ടാലും ഒന്നിനെ മറ്റേ കുത്തി കൊന്നിട്ട് ഇത് ഒറ്റയ്ക്കായിട്ട് ഡിപ്രഷനിൽ ടാങ്കിൻ്റെ വക്കി കൊണ്ട് തലയടിച്ച് ചാവും. ഇതുപോലെ നമ്മുടെ ദാമ്പത്യ ജീവിതം ഇതുപോലെ ആയിരിക്കും. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു വിള്ളൽ വന്നാൽ എന്നൊരു വിള്ളലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ പറയാൻ വന്ന ദാമ്പത്യ ജീവിതത്തിൻ്റെ വിള്ളലിനെ പറ്റിയാണ്. ദാമ്പത്യ ജീവിതത്തിൻ്റെ വിള്ളലിനെ പറ്റി ആദ്യം എൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ സ്വന്തം വീട്ടിൽ ഇങ്ങനെ കിണ്ണത്തപ്പത്തിനെ കാട്ടി രുചി അപ്പുറത്ത് വീട്ടിൽ പോയി ഒളിച്ച് തന്നെ ഇലയപ്പത്തിനാണ് അപ്പം പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആദ്യം പറയാൻ വന്ന അവിഹിതത്തിനെ പറ്റിയാണ് പറയാൻ വന്നത്. അവിഹിതം എന്ന് പറഞ്ഞാൽ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ശരീരത്തിൽ നിന്ന് കുറച്ച് സ്നേഹം അപ്പുറത്ത് വീട്ടിൽ കൊടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിക്കാം? ഒരു കുഴപ്പമില്ല. വീട്ടിൽ അറിയാതാണെങ്കിൽ കുഴപ്പമില്ലെന്നാണ് ഇക്ക പറയണത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഫ്രീ ആയിട്ട് കൊടുക്കാനും വാങ്ങാനും പറ്റിയ ഒരേ ഒരു സാധനമുള്ളൂ, അതാണ് സ്നേഹം. ഇപ്പോഴത്തെ കാലത്ത് ഈ സ്നേഹം കൂടുതൽ കൊടുത്ത് കഴിഞ്ഞാൽ വിഷം ചേർത്ത് തരും, സ്നേഹം കുറച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പള്ളയെ പിച്ചാ ചെയ്ത് തരും. എന്തായാലും തരണത് ഉറപ്പാണ്. ഒരു പെണ്ണ് എന്നൊരു ഈ രാജ്യത്ത് മാത്രം കണ്ടു പറഞ്ഞാണ് ഒരു പെണ്ണ് എന്നൊരു ആണ്ടെടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അത് യൂട്യൂബിലും, ഒരു ആണെന്നൊരു പെണ്ണെടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മീറ്റിലും വരും. അതുകൊണ്ട് വായും വെച്ചൊക്കെ മര്യാദയ്ക്ക് നടാം. പിന്നെ എനിക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ പറഞ്ഞ് ചേട്ടൻ്റെ വീട്ടിൽ രണ്ട് സാധനമായിട്ട് ചേട്ടൻ കണക്ഷൻ ഉള്ളത്. ഒന്ന് ചേട്ടൻ്റെ വീട്ടിലെ വൈഫായിട്ടും ഒന്ന് ചേട്ടൻ്റെ വൈഫായിട്ടും. ഇപ്പോൾ മാമന്മാരെല്ലാം കൂടി ചേർത്ത് ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയോടുള്ള കണക്ഷൻ തൂക്കി ചേച്ചി അറിഞ്ഞ ചേച്ചി ചേട്ടൻ ആൻറ്റിനെ അടിച്ചു കൊടുത്ത് ചേട്ടൻ്റെ സിഗ്നലില്ല, ചേട്ടൻ ആശുപത്രി കിടക്കുകയാണ്. ചേട്ടൻ പറഞ്ഞ് ചേട്ടൻ്റെ ഭാര്യ ചേട്ടൻ സ്നേഹിക്കുന്നുണ്ട്, ചേട്ടൻ്റെ അച്ഛനും അമ്മ ചേട്ടൻ സ്നേഹിക്കുന്നുണ്ട്, ചേട്ടൻ്റെ പിള്ളേരെ ചേട്ടൻ സ്നേഹിക്കുന്നുണ്ട്. എവിടെ കൂടെ പൊട്ടിയാടി സ്നേഹം ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചി കൊടുത്ത്. ചേട്ടൻ പറഞ്ഞ ഒരു സാധനം ഉപയോഗിച്ചതിന് ഒരു കുഴപ്പമില്ല, പാഴാക്കിയുള്ള ഒരു കുഴപ്പമുള്ളതെന്ന് ചേട്ടൻ പറയണത് അത് സ്നേഹം പോലും. സത്യം പറഞ്ഞാൽ പണ്ട് നമ്മൾ മാറുന്നതനുസരിച്ച് നമ്മൾ സ്നേഹം കൊടുക്കുന്ന രീതി മാറി തുടങ്ങി. പണ്ടൊക്കെയാണ് ഈ പ്രാവിൻ്റെ കാലിൽ ലെറ്റർ എഴുതി അപ്പുറത്തെ വീട്ടിൽ പറത്തിവിടും. അങ്ങനെയാണ് സ്നേഹം കൈമാറിക്കൊണ്ടിരുന്നത്. ഇതേപോലത്തെ ഒരു പ്രാവ് പറഞ്ഞാൽ എൻ്റെ തലമുറ തുടങ്ങിയതാണ് എൻ്റെ ബന്ധുക്കാരൊക്കെ പറഞ്ഞത്. എൻ്റെ അപ്പം പറഞ്ഞ് നിനക്കായി എൻ്റെ ഹൃദയം, നീ നിറഞ്ഞ എൻ്റെ മനസ്സ്, നീ ഇറങ്ങി വന്നാൽ എൻ്റെ ജന്മം പുണ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എഴുതിയിട്ട് അപ്പം വിട്ട ദിശയിലല്ല പ്രാവ് ചെന്ന് ആകാശത്ത് ഉണ്ടെങ്കിൽ ഡൈവ് അടിച്ച് ദിശയായിട്ട് അമ്മമാരെ വീട്ടിൽ ചെന്ന് കയറി കൊടുത്തു. അങ്ങനെയാണ് അപ്പൻ്റെ തല്ലിൽ അമ്മയെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. അതിനുശേഷം മൊബൈലിൻ്റെ കാലം വന്നു. മൊബൈലിൻ്റെ കാലത്തിൽ ആദ്യം ചാറ്റിംഗ് കൂടെ സ്നേഹം കൈമാറി തുടങ്ങി. പിന്നെ വീഡിയോ കോളിൽ മറ്റേ ക്യാമറ വന്നപ്പോഴത്തേക്കും മൊബൈലിൽ ക്യാമറ വന്നപ്പോൾ വീഡിയോ കോളിലൂടെ സ്നേഹം കൈമാറി തുടങ്ങി. ഇപ്പോൾ ലേറ്റസ്റ്റ് എന്ന് വെച്ചാൽ റൂം എടുത്താണ് സ്നേഹം കൈമാറുന്നത്. പിന്നെ എൻ്റെ ഒരു മാമുണ്ട്. മാമനാണ് ഈ കട്ട ഭക്തനാണ്. തന്നെ സ്നേഹിക്കും പോലെ തൻ്റെ അയൽക്കാരെ സ്നേഹിക്കണമെന്നാണ് മാമ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാമ അയൽക്കാരന്മാരെ മാത്രമല്ല അയൽക്കാരുകൾ ഇഷ്ടം പോലെ മാമ സ്നേഹിക്കുന്നുണ്ട്. മാമൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും വടയും ചായ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങളേക്ക് എന്തുകൊണ്ട് വാഴയ്ക്കപ്പോൾ ബോണ്ടേ വാങ്ങിച്ചു കൊടുക്കില്ലെന്ന്? കാരണം പണ്ട് തൊട്ടേ മാന് വടയുടെ വീക്ക്നെസ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനം എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ മാമുണ്ട് ഭയങ്കര വെള്ളമടിയാണ്. മാമ വെള്ളമടിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ലാഞ്ച് എടുത്തിട്ട് അടിക്കും. ഇപ്പോൾ മാമ എല്ലാ അവയവം കാണിച്ചു കൊടുക്കും ഇടിക്കും. പക്ഷേ ലിവർ ചെയ്യുന്ന സ്ഥലം മാത്രം കാണിച്ചു കൊടുക്കില്ല. കാരണം ലിവർ കംപ്ലൈൻറ്റ് ആണെന്ന് വിചാരിച്ചില്ല, ലിവറിൻ്റെ സ്ഥലമാണ് കുപ്പി ഇരിക്കണം. അതിൻ്റെ പ്രശ്നം പറ്റിയിരിക്കണം. മൂന്നാമതാണെങ്കിൽ സംശയം. എൻ്റെ ആൻറ്റി പറഞ്ഞു വെച്ചാൽ മാമൻ ആൻറ്റി ഒരു സ്നേഹമില്ല, എപ്പോഴും മാമനെ കണ്ടാലും ഇങ്ങനെ ഇരിക്കുന്നു, ഒരു ദേഷ്യമാണെന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ മാമന് സ്നേഹം കൊടുക്കണമെന്നുണ്ട്. പക്ഷേ മാമൻ്റെ ചുണ്ടിൻ്റെ ഇരിക്കുന്ന രാസവസ്തു തന്നെ അനുവദിക്കില്ല. തിരിച്ച് സാധനം താഴെ പോകും. അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറേ സത്യം പറഞ്ഞ് എനിക്ക് ഈ ടോപ്പിക് കിട്ടിയെന്ന് വെച്ചാൽ പണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയൊരു പിള്ളേർ നിന്നപ്പോൾ എൻ്റെ അമ്മ സത്യത്തിൽ എൻ്റെ അച്ഛൻ ഈ ബുക്ക് അടിച്ചിറങ്ങി കുടുംബജീവിതത്തിൻ്റെ വിജയരഹസ്യങ്ങൾ. ഈ ഫ്ലെക്സി കണ്ട് ഇതിൻ്റെ പേരുണ്ടാവും തന്നെ നമ്മുടെ വിള്ളലിൽ നികർന്ന് നമ്മുടെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ വിള്ളുന്നത്. എൻ്റെ അമ്മ ഇത് വായിച്ചോണ്ടേ ഇതിൻ്റെ ഉള്ളടക്കം കണ്ടപ്പോൾ എൻ്റെ അച്ഛൻ ചെയ്യണക്കാട്ടി വിപരീതമായിട്ടാണ് ഇതിൽ മൊത്തം എഴുതി വെച്ചേക്കണം. ആദ്യം ഇതിൻ്റെ ഉള്ളടക്കത്തിൽ എഴുതി വെച്ചേക്കുന്നത് വിവാഹം, ഇത് കഴിച്ചത് അബദ്ധം എന്ന് പറഞ്ഞാൽ അമ്മ ഇരിക്കുന്നു. രണ്ടാമത് പിള്ളേരെ പോഷകാഹാര കുറവെന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ പോഷകമുള്ള ഒരു ആഹാരം എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല. അച്ഛൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മഴയൊക്കെ നനഞ്ഞാണ് പോയി പഠിച്ചതെന്നാണ് അച്ഛൻ പറയുന്നത്. അതുകൊണ്ട് കഷ്ടപ്പാടാണ് അറിഞ്ഞോണം നമ്മളും പഠിക്കണമെന്ന് അച്ഛൻ പറയണം. സ്കൂളിൽ പോകുമ്പോൾ കുട വാങ്ങിച്ചാൽ അതിൽ പൊത്തയിട്ട് വന്ന് വിടും. കാരണം മഴ തന്നെ സ്കൂളിൽ പോയി കഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടി. എനിക്ക് പോഷകാഹാര ഉള്ള ആഹാരം എനിക്ക് വാങ്ങിച്ചു തരാത്തത് അച്ഛൻ പറയണത് എന്നെ ഒരു മോഡലാക്കണമെന്നുള്ള ആഗ്രഹം അച്ഛനുണ്ടെന്ന് എനിക്ക് അറിയാൻ ഇറ കാരണം ഇത് ഞാൻ പണ്ട് 3ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞാൻ മോഡലാണ് മന്ദിരത്തിൻ്റെ. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡുള്ള എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കെന്നുള്ള ഒരു മറ്റേ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഉണ്ടായിരുന്നു. അതിൽ നേരെ എൻ്റെ അച്ഛൻ വിവരമായിട്ട് എൻ്റെ അനിയനൊരു ചാൻസ് കൊടുത്തു. അതിൽ നമുക്ക് രണ്ടത് എനിക്കൊരു ചാൻസ് എൻ്റെ അനിയനാണ് കൊടുത്തത്. സത്യം പറഞ്ഞാൽ ഇനി അടുത്ത വിള്ളലെന്ന് പറയുമ്പോൾ തീർന്നു. അടുത്ത വിള്ളലെന്ന് പറഞ്ഞാൽ കിഴങ്ങാണ്. ഈ കിഴങ്ങെന്ന് പറയുമ്പോൾ ഇത് കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല, കൂടെ കിടക്കണമെന്നേ കുഴപ്പമുള്ളൂ. അപ്പം എൻ്റെ ആൻറ്റി പറഞ്ഞ് മാമനോടെ കിടക്കാൻ പറ്റില്ലെന്ന്. കാരണം ഒരു മാസം കൊണ്ട് 3 പ്ലാറ്റ്ഫോമാണ് മാറ്റിയ കട്ടിലിൻ്റെ. അപ്പം മാമ തറയിലാണ് കിടക്കുന്നത്. ഇതിപ്പോൾ സത്യം ബംഗാളിൽ 3 നേരം ഇത് കഴിക്കണമെങ്കിലും ഇവന്മാർക്ക് ഭയങ്കര ആരോഗ്യമായിരിക്കും. പക്ഷേ ഒരു പ്രശ്നമുള്ളൂ, ഇവന്മാർ വീണ്ടും അടുത്ത് നിൽക്കാൻ പറ്റില്ല, ഭയങ്കര സൗണ്ട് പൊല്യൂഷൻ ആയിരിക്കും. ബംഗാളിക്ക് ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ മലയാളിക്ക് ചക്കക്കുരുണ്ട്, ഉരുളക്കിഴങ്ങ് എരിപ്പടക്കമാണെങ്കിൽ ചക്ക മാലപ്പടക്കമാണ്. സത്യം പറഞ്ഞാൽ ഒരു ദീപാവലിക്ക് മാമൻ പറഞ്ഞ് പൊട്ടണ എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കാൻ പറഞ്ഞു. ആൻറ്റി കറക്റ്റ് പൊട്ടണ സാധനം ഉണ്ടാക്കി ഈ വിധം പറഞ്ഞാൽ മറ്റേ ഉരുളക്കിഴങ്ങ് ബോണ്ട. മാമൻ ജോലി വെച്ചിട്ട് രണ്ടുപേരും മത്സരിച്ച് തിന്നു.
പടക്കൊട്ടിക്കലെന്ന്. അങ്ങനെ പോലീസ് പറഞ്ഞു 10 മണിക്ക് ശേഷം പടക്കൊട്ടിക്കലെന്ന്. 11 മണിക്ക് ശേഷം പടക്കൊട്ടിക്കുന്ന പേരിൽ മാമനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്ക് ആൻറ്റി ഒരു ചിരിച്ചോണ്ട് വന്നു. ഈ മക്ക് വാവച്ച ആൻറ്റി എനിക്കൊരു കാൻ്റെ അടുത്ത് പറയുന്നത് വെച്ചാൽ ആൻറ്റി കഷ്ടപ്പാടും ദുരിതം അനുഭവിച്ച് മണ്ണിൻ്റെ അടിയിൽ നിന്ന് പൊങ്ങി വന്ന സാധനമാണ് ഈ ഉരുളക്കിഴങ്ങ്. ഇത് വന്നതിന് ശേഷം വലിയ വലിയ ആരത്തിൽ ഭാഗമോ നീട്ടി വെട്ടിയ ഫ്രഞ്ച് ഫ്രൈസ്, വട്ടത്തിന് വെട്ടിയ പൊട്ടറ്റോ ചിപ്സ്, ലാസ്റ്റിൻ്റെ അന്ത്യം വായുവിലേക്ക് വന്നു കുതിച്ചു പൊങ്ങിയത് ആകാശത്തിലേക്ക് വരും. അതുപോലെ മാമൻ എന്തെങ്കിലും ഉയരും. ആൻറ്റി എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഗ്യാസ് വിറ്റ് ജീവിക്കാൻ. അതായത് ഇൻപുട്ടിങ് ഗ്യാസ് ഔട്ട്പുട്ടിങ് ഗ്യാസ്, ലേസ് എന്നാണ് കമ്പനിയുടെ പേര്. നമ്മുടെ ദാമ്പത്യത്തിൽ വിള്ളൽ വന്നാൽ എന്നൊരു വിള്ളലായിരിക്കും. നേരെ മറിച്ച് ഒരു ചെവിലാണ് ഒരു വിള്ളൽ വരികയാണെങ്കിൽ നമുക്ക് ഗ്രൗട്ടിട്ടോ എംസാൻഡിട്ടോ അടയ്ക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് പറയുന്നത് വെച്ചാൽ യുവർ ഫാമിലി യുവർ മാറ്റർ. താങ്ക് യു.